നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാക്കി ഇറാനെ ആക്രമിച്ച് ഇസ്രയേൽ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ പ്രതിരോധ സേന അപ്രതീക്ഷിത ആക്രമണം നടത്തി. പിന്നാലെ രാജ്യമെങ്ങും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് ആണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്നും വലിയ തോതിൽ പുക ഉയർന്നുവെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധ ഭീതിയിലാക്കിക്കൊണ്ടാണ് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു അപ്രതീക്ഷിത പ്രയോഗമാണ് ഇപ്പോൾ ഇറാനെ വലിയ തോതിൽ വിജയിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ആവണി ചന്ദ്ര ചേരുന്നു ടെലിഫോൺ ലൈനിൽ. അവിടെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധ ഭീതിയിലാക്കിക്കൊണ്ടാണ് ഇറാനെ ഇപ്പോൾ ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നത്. അത്രത്തോളം ഗാഢമായിട്ടുള്ള ഒരു പ്രതികാരം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏവർക്കും ആശങ്ക അത് ഇസ്രയേലിന് തിരിച്ചടി ലഭിക്കുമോ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലോകത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാക്കിയിട്ടുണ്ട് ഇറാൻ എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേലിന്റെ പ്രതിരോധ സേന അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ വാർത്ത ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രയേൽ മാധ്യമങ്ങളും ഈ വാർത്തകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ടെഹ്റാനിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി തന്നെയാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും അതോടൊപ്പം തന്നെ ജോഹരി പ്രദേശത്തും നിരവധി മിസൈലുകൾ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഈ ഭാഗത്തായൊക്കെ തന്നെ ഈ ഇറാന്റെ പ്രധാനപ്പെട്ട മേഖലയാണെന്നും ഉന്നതരടക്കം താമസിക്കുന്ന ഏരിയയാണിതെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവിടങ്ങളിലേക്ക് ഈ യുദ്ധം നടത്തുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ മിസൈലുകൾ ഈ ഭാഗത്തേക്ക് വിക്ഷേപിക്കുമ്പോൾ ആരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് എന്നുള്ളൊരു ആശങ്കയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഈ ഒരു ആക്രമണ സാധ്യത വന്നത് നേരത്തെ നമുക്കറിയാം. ഈ ഇറാനിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ ഖമനിയെ സുരക്ഷിതമാക്കുക ആദ്യം എന്നുള്ളതായിരുന്നു ഇറാൻ സ്വീകരിച്ചിരുന്ന ആദ്യ നടപടി. അതുപോലെ തന്നെ ഇത്തവണയും ഈ ഒരു ആക്രമണം നടന്നതിന് പിന്നാലെ തന്നെ ഖമനിയെ സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ എങ്ങനെയാകും ഇറാൻ ഇതിലൊരു തിരിച്ചടി നൽകുമെന്നുള്ളൊരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഇസ്രയേലും അതോടൊപ്പം തന്നെ അമേരിക്കയും അടക്കമുള്ളത്. ഇറാനെ ചുറ്റിപ്പറ്റി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അടക്കം ഉണ്ടെന്നും ഈ കടൽ തീരത്ത് നങ്കൂരമിട്ടിട്ടുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു യുദ്ധത്തിനിടയിലേക്ക് അമേരിക്കയുടെ കടന്നുവരവ് കൂടെ ഉണ്ടാകുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സംഘർഷം രൂക്ഷമാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകും ഇനി വരും മണിക്കൂറുകളിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ് ഇസ്രയേൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം നേരത്തെ തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ആണവ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നത് നിർത്തിവെക്കണമെന്നും ഈ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇതൊരു ഭീഷണിയാണെന്നും ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇസ്രയേൽ രംഗത്തെത്തിയിട്ടുള്ളത്. എന്നാൽ ഇതുമായി ഒരു തരി പോലും പിന്നോട്ട് പോകുന്ന ഒരു നിലപാട് ഇറാൻ സ്വീകരിച്ചിട്ടില്ല. ഇതിനു മുൻപ് ഈ യുദ്ധങ്ങളൊക്കെ നടന്നപ്പോഴാണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിനായി ഇറാൻ ഒരു തരി പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ ഈ ആക്രമണം കൂടുതൽ കടുക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഇറാനെ സംബന്ധിച്ചും അതിൽ ഇറാൻ ആയിക്കോട്ടെ ഇസ്രയേൽ ആയിക്കോട്ടെ ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി പേർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ആണെങ്കിലും ഇറാനിൽ നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഇസ്രയേലിന്റെ മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾ തിരികെ നാട്ടിലേക്ക് വരണമെന്നും ഉള്ളൊരു മുന്നറിയിപ്പൊക്കെ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ കെയർടേക്കർമാരടക്കമുള്ള നിരവധി ഇന്ത്യക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അവരോടൊക്കെയും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറുകയോ അല്ലാത്ത പക്ഷം നാട്ടിലേക്ക് തിരിച്ചു വരികയോ ചെയ്യണമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഇസ്രയേൽ നൽകിയിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യം കൂടെ സംജാതമായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവിടെയുള്ള ആളുകളൊക്കെ സുരക്ഷിതമാണോ, കൂടുതൽ വരും മണിക്കൂറുകളിൽ യുദ്ധം കലുഷിതമാകാനുള്ള ഒരു സാധ്യതയാണോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. ഈ ഒരു ഇസ്രയേലിലെ ഈ ഒരു ആക്രമണം വന്നതിന് പിന്നാലെ തന്നെ ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ ഇറാന്റെ ഒരു പ്രത്യാക്രമണം അത് ഇസ്രയേൽ പ്രതീക്ഷിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ
ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ വ്യക്തമായിട്ടില്ല. അതേസമയം തന്നെ ശ്വാസനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലും ഇനിയും വ്യക്തത വരേണ്ടതായുണ്ട്. ഇതൊക്കെ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇതിന് മറുപടിയായി ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് ഇസ്രയേൽ തങ്ങളുടെ പൗരന്മാർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണ സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇസ്രയേലിലെമ്പാടും തന്നെ സൈറണുകൾ മുഴങ്ങുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ മിസൈൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രയേലിൽ മിസൈൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ അതിനുള്ളൊരു സാധ്യത അത് ഇസ്രയേൽ തള്ളിക്കളയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഖമനേയി അടക്കം ഉള്ളവരെ പ്രമുഖരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ ഈ പ്രമുഖർ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ്, അവരുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ് ഇനി വരും മണിക്കൂറുകളിൽ വ്യക്തമാകേണ്ടതായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്ക ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കടന്നു വരുമ്പോൾ ഇനി ഇറാൻ ഏത് രീതിയിലാകും പ്രതികരിക്കുക എന്നുള്ളതാണ്. അമേരിക്കയോടായിക്കോട്ടെ ഇസ്രയേലിനായിക്കോട്ടെ ഇറാൻ ഏത് രീതിയിൽ ഇനി പ്രതികരിക്കും എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഉടൻ തന്നെ ഈ ഒരു ഇസ്രയേൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് വിദേശ വിദഗ്ധരടക്കം പറഞ്ഞു വെക്കുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കൊക്കെയാണ് വഴിവെക്കുന്നത്. വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ എന്തായാലും ഇറാനിൽ നിന്നുള്ളൊരു പ്രത്യാക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രയേൽ വലിയൊരു മുന്നറിയിപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനും അതുപോലെ തന്നെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഈ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 3 ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഈ ആവണി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം നയതന്ത്ര വിദഗ്ധൻ ശ്രീ KP ഫാബിയൻ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. KP ഫാബിയൻ, ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും ഇറാൻ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച 4ാം ഘട്ട ചർച്ചയൊക്കെ നടക്കാനിരിക്കുന്നതിനിടയിലാണ് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം അത് ഇറാനെ തേടി എത്തിയത്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഇറാൻ ഏത് രീതിയിൽ ഇതിനോട് പ്രതികരിക്കും എന്നുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇറാന്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഇറാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പലതവണ ഒരു അമേരിക്ക അറ്റാക്കുകയാണെങ്കിൽ ഇറാൻ റിട്ടാലിയേറ്റ് ചെയ്യും. ആ റിട്ടാലിയേഷൻ വളരെ ഗംഭീരമായിരിക്കുമെന്ന് ഇറാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഇറാന്റെ അടുത്ത് മിസൈൽസും ഡ്രോൺസും ഉണ്ട്. അപ്പോ കഴിഞ്ഞ ജൂണില് ഇറാന് മിസൈൽസ് ഡ്രോൺസും അയക്കാൻ സാധിച്ചു ദോഹയിലുള്ള അമേരിക്കൻ ബേസിലേക്ക്. ആൻഡ് അതിനുശേഷം അമേരിക്ക GCCയിലുള്ള അമേരിക്കൻ ബേസിന്റെ എയർ ഡിഫൻസ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പലരുടെയും അഭിപ്രായത്തിൽ ഇറാന്റെ ഡ്രോൺസും മിസൈൽസും വളരെ ചിലതൊക്കെ ഈ ഇന്റർസെപ്ഷൻ കൂടാതെ ടാർഗറ്റിലേക്ക് എത്തും. അപ്പോൾ നാശങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പ്രധാനമന്ത്രി നെതന്യാഹു ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കാരണം പ്രധാനമന്ത്രി മോദിയുടെ വിസിറ്റിന്റെ ഡേറ്റ്സ് തീരുമാനിച്ചത് ഈ കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ? രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, അമേരിക്കയുമായിട്ടുള്ള നെഗോസിയേഷൻസ് നടക്കുമ്പോൾ അമേരിക്ക എപ്പോഴും സിൻസിയർ ആവണമെന്ന് ഇല്ല. കാരണം താങ്കൾ തന്നെ പറഞ്ഞതുപോലെ നെഗോസിയേഷൻസ് ഒമാന്റെ മധ്യസ്ഥയുടെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോ അമേരിക്കയുടെ ക്രെഡിബിലിറ്റി വളരെ വളരെ കുറവാണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 9 മില്യൺ ഹാബിറ്റൻസ് നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ട്. അവരുടെ
സെക്യൂരിറ്റിയെ പറ്റിയും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം അമേരിക്ക പോലുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു സപ്പോർട്ട് അത് ഇസ്രായേലിനൊപ്പം ഉണ്ടാകുമ്പോൾ ഇറാൻ തിരിച്ചടിക്കുമ്പോഴും ഇസ്രായേൽ പൂർണ്ണ സജ്ജമായി തന്നെയാണ് ഇരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണെന്ന് ഞാൻ പറയില്ല. കാരണം ഇറാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നെഗോസിയേഷൻസിനും യുദ്ധത്തിനും തയ്യാറാണെന്ന്. തന്നെയുമല്ല, കഴിഞ്ഞ തവണ ജൂണില് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രയേൽ ആക്രമിച്ചപ്പോഴും ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രതീക്ഷിതമായിരുന്നില്ല. തീർച്ചയായും നമുക്കറിയാം ഇനിയിപ്പോൾ ഈ ഒരു ആണവായുധമൊക്കെ പ്രയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് ഇറാൻ എത്തുമോ, എന്തൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ ലോകത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഏവരിലുമുണ്ട്. കാരണം നമുക്കറിയാം ഒരു വലിയ ശക്തി തന്നെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും വലിയൊരു ശക്തി ഇറാന് പിന്നിലുണ്ട്. അതേസമയം തന്നെ രണ്ട് ലോകശക്തികൾ ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഇപ്പുറത്തെ വശത്തുമുണ്ട്. എന്തായിരിക്കും ഇനിയിപ്പോൾ ലോകം കാണാനിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ശക്തമായിട്ട് ട്രംപിനോട് പറയണം, ഇത് ഇങ്ങനെയുള്ള ഇറസ്പോൺസിബിൾ അഗ്രസീവ് ബിഹേവിയർ നിർത്തണം. രണ്ടാമത് ഞാൻ പരീക്ഷിക്കുന്നത് അമേരിക്കൻ കോൺഗ്രസ് സ്റ്റാൻഡപ്പ് ചെയ്യണം. കാരണം യുദ്ധം നടത്താനുള്ള റൈറ്റ്, അത് തീരുമാനിക്കാനുള്ള റൈറ്റ് അമേരിക്കൻ കോൺഗ്രസിൻ്റെതാണ്. ഇറാൻ അമേരിക്ക യാതൊരു തരത്തിലും ആക്രമിച്ചിട്ടില്ല. ഇറാൻ ആക്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഉടനെ തന്നെ തിരിച്ചടിക്കാം. ഇറാൻ യാതൊരു ആക്രമണവും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ട്രംപ് അമേരിക്കൻ ലോ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത്. തീർച്ചയായും ചെറിയൊരു ആശങ്കയുള്ള മറ്റൊരു കാര്യം ഇത് ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം നെതന്യാഹുമായും അല്ലെങ്കിൽ ഇസ്രായേലുമായും ഒക്കെയുള്ള ഇന്ത്യയുടെ ഒരു ബന്ധം, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ബന്ധമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? കാര്യമായിട്ട് ഇന്ത്യയെ ബാധിക്കുന്നത് 90 ലക്ഷം 9 മില്യൺ നമ്മുടെ ആൾക്കാർ അവിടെയുള്ളതാണ്. അതാണ് നമ്മളെ ബാധിക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മളെ ബാധിക്കാൻ പോകുന്നത് എണ്ണയുടെ വിലയാണ്. കാരണം റെഡ് സീ അവർ ബ്ലോക്ക് ചെയ്തിരിക്കും ഹൂത്തീസ്. ഇറാൻ മിക്കവാറും സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസും ബ്ലോക്ക് ചെയ്തേക്കും. അപ്പോ എണ്ണയുടെ വില കൂടും. അത് ഇന്ത്യയും മറ്റെല്ലാവരെയും ബാധിക്കും, ട്രംപിനെയും ബാധിക്കും. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ കെ.പി. ഫാബിയൻ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന നിലയിൽ എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ആ ഒരു ആശങ്ക അത് ഏവർക്കുമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇറാന് നേർക്ക് ഇസ്രയേലിൻ്റെ ആക്രമണം അത് വലിയ രീതിയിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെയാണ് ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ പലയിടത്തു നിന്നും സ്ഫോടന ശബ്ദം കേട്ടതായും കനത്ത പുക ഉയർന്നതായൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോഴിതാ ഒരു അപ്രതീക്ഷിത ആക്രമണം തന്നെയാണ് ഇറാന് നേർക്കുണ്ടായിരുന്നത്. പ്രതീക്ഷിച്ചതാണെങ്കിലും പക്ഷേ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമയത്താണ് ഇത് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഒരു 4ാം ഘട്ട ചർച്ച അത് അടുത്ത ആഴ്ച നടക്കാനിരിക്കെയാണ് പെട്ടെന്നൊരു ആക്രമണം അത് നടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കി പത്രം അതെന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യമാണ്. തികച്ചും അപ്രതീക്ഷിതമാണ് ഇപ്പോൾ നടന്ന ആക്രമണം എന്ന് പറയാനാവില്ല. ഇറാന്റെ 4 നഗരങ്ങളെങ്കിലും ആക്രമണം വിധേയമായിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. ആയത്തുള്ള അലി ഖുമൈനിയുടെ ഔദ്യോഗിക വസതിയുടെ വളരെ സമീപം വലിയ സ്ഫോടനം കേട്ടതായ റിപ്പോർട്ടുകളുണ്ട്. ഔദ്യോഗിക വസതിയിൽ നിന്നും വളരെ സുരക്ഷിതമായ കേന്ദ്രത്തേക്ക്, അണ്ടർഗ്രൗണ്ട് ബങ്കറിലേക്ക് ആയത്തുള്ള അലി ഖുമൈനിയെ മാറ്റി എന്നാണ് പറയുന്നത്. ഏറ്റവും വൈകി എത്തുന്ന വിവരമനുസരിച്ച് 4 ദിവസം, അതായത് ഏതാണ്ട് 400 മണിക്കൂറോളം 100 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന
വരുന്ന നിരന്തര ആക്രമണം പ്രതീക്ഷിക്കാം എന്ന നിലയിൽ ഇസ്രയേലിൽ നിന്നും പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞു. അതായത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ 100 മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിക്കുന്നു. അതിനുശേഷം 4 ദിവസത്തിന് ശേഷം ടെഹ്റാൻ നഗരം ഇപ്പോഴത്തെ രീതിയിലായിരിക്കില്ല. അപ്പോഴത്തെ ടെഹ്റാൻ എന്ന രീതിയിലുള്ള വൻപൻ ഭീഷണി പ്രയോഗമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓഫീസിൽ നിന്നും വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് എല്ലാ അവസരവും ടെഹ്റാന് കൊടുത്തതാണ്, ഇറാന് കൊടുത്തതാണ്. ആണവ ചർച്ചയിൽ ഇടപെട്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുമായി വരിക. പക്ഷേ ആണവ ചർച്ച വഴിമുട്ടി നിൽക്കുന്ന ഘട്ടത്തിൽ ആക്രമണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഓഫീസിൽ നിന്നും വരുന്ന പ്രതികരണം. ഏതാണ്ട് പൂർണ്ണമായി ആണവ കപ്പാസിറ്റി ഇറാൻ ഉപേക്ഷിക്കണം, ആണവ സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കണം എന്ന അമേരിക്കൻ നിലപാടിനോട് അനുരൂപമായ രീതിയിലല്ല ഇറാൻ പ്രതികരിച്ചത് എന്ന് പ്രത്യേകമായി നമ്മൾ നോക്കിക്കാണണം. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം തുടരും, അതേസമയം കുറഞ്ഞ തോതിലായിരിക്കണം. ആണവ ഭീഷണി ഉണ്ടാകാത്ത രീതിയിൽ ആണവ ബോംബ് നിർമ്മാണം തങ്ങളുടെ അജണ്ടയിലല്ല. പക്ഷെ സമാധാനപരമായ ആവശ്യത്തിന് വേണ്ടി, ഊർജ്ജ ഉത്പാദനത്തിന് വേണ്ടി, മെഡിക്കൽ റിസർച്ചിന് വേണ്ടി ആണവ സാങ്കേതികത ഉപയോഗിക്കും എന്ന ഇറാന്റെ ലിഖിതമായ നിർദ്ദേശം കഴിഞ്ഞ ചർച്ചയിൽ 3ാം റൗണ്ട് ചർച്ചയിൽ ജനീവയിൽ വെച്ച് ലിഖിതമായ ഡ്രാഫ്റ്റ് പ്രപ്പോസൽസ് ആണ് ഇറാൻ മധ്യസ്ഥരായ ഒമാൻ വഴി അമേരിക്ക സമർപ്പിച്ചത്. ഈ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സ്വീകാര്യമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു ആക്രമണം, അതായത് ആത്യന്തികമായ ലക്ഷ്യം 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇറാന്റെ ആണവ കപ്പാസിറ്റി പൂർണ്ണമായി നഷ്ടപ്പെടുത്തുക. 2025 സംഭവിക്കാതിരുന്നതും എന്നാൽ പൂർണ്ണമായി സംഭവിക്കാതിരുന്നതുമായ ഒരു കാര്യമാണ് ഇസ്ഫഹാനിലെയും ഫർദോയിലെയും നത്താൻസിലെയും ആണവ നിലയങ്ങൾ പൂർണ്ണമായി തകർക്കുക എന്നത്. ഭാഗികമായി തകർത്തു എന്നത് വസ്തുതയാണെങ്കിലും പൂർണ്ണമായ തകർച്ച അവിടെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കും. ഒരു കാലത്തും ഇറാൻ ഇനി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഒരു ആക്രമണമല്ലാതെ ഒരു ട്രീറ്റി കൊണ്ട്, ഒരു ഉടമ്പടി കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന ഒരു തിരിച്ചറിവാകാം ഈ ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും പ്രേരിപ്പിച്ചത്. സംയുക്ത ആക്രമണമാണ് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ അതൊന്ന്. 2, ഇറാൻ വളർത്തുന്ന ഈ പ്രോക്സികളുണ്ട്, ഹൂതികൾ, ഹമാസ്, ഹിസ്ബുള്ള, ഇവയെ എങ്ങനെ നിയന്ത്രിക്കും എന്നതിനെ കുറിച്ച് ക്രിയാത്മകമായ ഒരു നിർദ്ദേശവും ഇറാൻ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അമേരിക്ക പറയുന്ന മറ്റൊരു കാര്യം. കാരണം അതൊക്കെ ആത്യന്തികമായി ഇസ്രായേലിനും അമേരിക്കൻ താല്പര്യങ്ങൾക്കും എല്ലാം തന്നെ മധ്യപൗരസ്ത്യ പ്രദേശത്ത് വലിയ ഭീഷണിയാകുന്ന പ്രോക്സി, ഈ പ്രോക്സികളുമായി തങ്ങൾക്ക് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല എന്ന ഇറാന്റെ ആ ഒരു നിലപാട്, പൊസിഷനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ അമേരിക്കയും ഇസ്രായേലും തയ്യാറാവുന്നില്ല എന്നതുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. അതുപോലെ ഇറാന്റെ ശക്തമായ മിസൈൽ സംവിധാനം, ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ, ശബ്ദാതിവേഗ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ശേഖരം വലിയ പ്രതിസന്ധിയാണ് മധ്യപൗരസ്ത്യ പ്രദേശത്തെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ പിന്നാക്കം പോകാൻ ഇറാനാവില്ല. അത് മാത്രമല്ല, മിസൈലുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് പോകുന്നത് അവരുടെ ഡിഫൻസ് കേപ്പബിലിറ്റിയെ വല്ലാതെ പിന്നോട്ടടിക്കും. ഇതൊന്നും ധാരണയാകാത്ത കാര്യങ്ങളാണ്. ആത്യന്തികമായി ഇതൊക്കെ ധാരണയാകണമെങ്കിൽ പുതിയ ഒരു ഭരണകൂടം ഉണ്ടാകണം എന്ന അമേരിക്കയുടെ, ഇസ്രായേലിന്റെ കൃത്യമായ നിഗമനം ഒരുപക്ഷെ സാധ്യമാകണമെങ്കിൽ ബലപ്രയോഗം മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായി അങ്ങനെ ഒരു ആക്രമണം നടന്നു. പ്രിഎംപ്റ്റീവ് സ്ട്രൈക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 4ാം റൗണ്ട് ചർച്ച, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4ാം റൗണ്ട് ചർച്ച ജനീവയിൽ നിന്നും മാറി വിയന്നയിലേക്ക് മാറുന്നു. അത് ആണവോർജ്ജ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ, റാഫേൽ ഗ്രോസി എന്ന ആണവോർജ്ജ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന 4ാം റൗണ്ട് എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുവരെ ആക്രമണം ഉണ്ടാവില്ല എന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അടുത്ത ആഴ്ച, തിങ്കളാഴ്ച അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ജെറുസലേം, ടെലവീവ് സന്ദർശിക്കുന്നു, ഇസ്രായേൽ സന്ദർശിക്കുന്നു. അതിനുശേഷം മാത്രമേ ആത്യന്തികമായ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ പോലും ഉണ്ടാകൂ എന്ന നിഗമനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം എന്ന് പറയാനാവില്ല, ഒരു ആക്രമണം, ഏകപക്ഷീയമായ ആക്രമണം നടന്നിരിക്കുന്നു. അതിന് ഇറാൻ ഇനി ഏത് രീതിയിലാണ് അതിന് പ്രതിരോധം തീർക്കുക? പ്രത്യാക്രമണം തീർച്ചയായും ഉണ്ടാകും. ഇറാന്റെ പ്രഖ്യാപിത നയമാണ്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ, പശ്ചിമേഷ്യയിലെ എല്ലാ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകും എന്നും, ഇതൊരു കേവലം ഒരു ലിമിറ്റഡ് വാർ ആയിരിക്കില്ല, ഒരു പ്രാദേശിക യുദ്ധം തന്നെ ആയിരിക്കും. എൻറ്റയർ GCC മേഖല, സൗദി അറേബ്യയും UAEയും ഖത്തറും ഒമാനും എല്ലാം ഉൾപ്പെടുന്ന, കുവൈറ്റും ബഹ്റൈനും എല്ലാം ഉൾപ്പെടുന്ന ദക്ഷിണ പേർഷ്യൻ ഗൾഫിന് തെക്കുള്ള എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന രീതിയിലും, പ്രത്യേകിച്ച് ഇസ്രായേലിനെ വൻതോതിൽ ബാധിക്കുന്ന രീതിയിലുമുള്ള വൻപൻ യുദ്ധം എന്ന ഒരു പ്രഖ്യാപനവും
ആയത്തുള്ള ഖൊമേനി നടത്തിയ സ്ഥിതിക്ക് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ് എങ്ങനെയാണ് ഇറാൻ ഈ ആക്രമണങ്ങളോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും ആക്രമണകാരി എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേൽ തന്നെയാണ്. സംയുക്ത ആക്രമണമാണ്. അമേരിക്കൻ വ്യോമസേന എയർക്രാഫ്റ്റുകൾ ഇതിൽ പങ്കെടുത്തു, ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റുകൾ പങ്കെടുത്തു, മിസൈൽ വർഷമുണ്ടായി എന്നൊക്കെ രീതിയിലാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സൈന്യങ്ങളുമായും സ്വാഭാവികമായി പോരടിക്കാൻ ഇറാൻ നിർബന്ധിതരാകും. നമുക്ക് ഇറാന്റെ അടുത്ത നീക്കമാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയിപ്പോൾ അന്തിമ ധാരണ അത് അകലുമോ എന്നുള്ളൊരു ചോദ്യമാണ് മുന്നിലുള്ളത്. കാരണം ഇറാൻ ഇത്ര വലിയൊരു അടി കിട്ടിയിട്ടും ഇറാൻ വലിയ രീതിയിലൊന്നും കുലുങ്ങിയിട്ടില്ല എന്ന് പറയാം. വലിയൊരു ആക്രമണം തന്നെ നടന്നു. പക്ഷേ യുദ്ധസമാനമാണെങ്കിൽ പോലും ഇറാൻ ഒരു കുലുക്കം അതുണ്ടായിട്ടില്ല. ഇറാന്റെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണങ്ങൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇസ്രയേൽ. ഇറാൻ ഒരു വലിയ രാജ്യമാണ്. ഇറാൻ ഒരു സിവിലൈസേഷൻ പവറാണ്. സീറ്റ് ഓഫ് സിവിലൈസേഷൻ ആയിരുന്നു. പരമ്പരാഗതമായ ഒരു വലിയ ശക്തിയാണ്. ഭൂമിശാസ്ത്രം ഇറാന് അനുകൂലമാണ്. പലപ്പോഴും സ്വാഭാവികമായ അതിർത്തികളുണ്ട്. ഇറാഖിനെ ആക്രമിച്ച് കീഴടക്കുന്നത് പോലെ എളുപ്പമല്ല. അല്ല എങ്കിൽ കഴിഞ്ഞ മാസം വെനിസ്വലയെ ആക്രമിച്ച് പൂർണ്ണമായും കീഴടക്കി അതിന്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ പോയി വിചാരണ ചെയ്യുന്ന അത്ര ലാഘവത്തോടെ കാണാവുന്ന ഒരു വിഷയമല്ല ഇറാന്റേത് എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇറാൻ എല്ലാ കാലത്തും യുദ്ധ സജ്ജരായി നിന്ന രാജ്യമാണ്. ഒരുപക്ഷെ ഏറിയൽ സൂപ്പർമസി അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാന്റെ മേൽ തീമഴ പെയ്യിക്കാനാവും. ഏറിയൽ സൂപ്പർമസി, ബോംബാർഡിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലുള്ളത്, എയർ പവർ കൂടുതലുള്ളത്, ആയുധങ്ങൾ, അത്യന്താധുനികമായ ആയുധങ്ങൾ, എയർക്രാഫ്റ്റുകൾ, മിസൈലുകൾ എല്ലാം ഉള്ളത് അമേരിക്കയ്ക്കും ഇസ്രയേലുമാണ്. പക്ഷേ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ദുർബലമാണ് ഒരുപക്ഷെ ഇറാന്റേത്. പക്ഷേ ഇറാന് കാര്യമായ വ്യോമസേനയുടെ സാന്നിധ്യവും അവകാശപ്പെടാനാവില്ല. പക്ഷേ ഇറാന്റെ മിസൈൽ ശേഖരം, ഇറാന്റെ ഡിഫൻസ് പാരഡൈമിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇറാന്റെ ശക്തമായ മിസൈൽ ശേഖരമാണ്. ആ ശേഖരം കാര്യമായ വിന്യസിക്കപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക്, യുദ്ധസജ്ജമായി വിന്യസിക്കപ്പെട്ട സ്ഥിതിക്ക് അതെങ്ങനെയാണ് ഈ വ്യാപകമായ മിസൈൽ ശൃംഖലയെ തച്ചുടയ്ക്കുന്നത്? ഒരുപക്ഷെ അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായേക്കാം. സുരക്ഷിതമായ കേന്ദ്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മിസൈലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കാം. ആണവ നിലയങ്ങൾക്കെതിരെ ഇസ്ഫഹാനിലെയും ഫർദോയിലെയും നഥാൻസിലെയും ആണവ നിലയങ്ങൾക്ക് നേരെ കൂടുതൽ ആക്രമണം ഉണ്ടായേക്കാം. IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെതിരെ ആക്രമണം ഒരുപക്ഷെ സ്വാഭാവികമായി ഉണ്ടാകാം. ഇപ്പോൾ നടന്ന ആക്രമണം അയത്തുള്ള അലി ഖൊമേനിയുടെ വാസസ്ഥലത്തിനടുത്ത് ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ വ്യാപകമായ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി പ്രതികരിക്കേണ്ടി വരുമല്ലോ. ആ പ്രതികരണം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഭവിക്കും എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. തീർച്ചയായും നമ്മൾ ഇസ്രയേലിന്റെ ഭാഗത്തും കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഇത്രയും വലിയൊരു ലോകശക്തി ഇറാനൊപ്പം അല്ല ഇസ്രായേലിനൊപ്പം നിൽക്കുമ്പോഴും ഇറാന്റെ തിരിച്ചടി ഏത് രീതിയിൽ ഇത് ഇസ്രയേലിനെ ബാധിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായും ഇസ്രായേൽ ചെറിയ രാജ്യമാണ്. കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ല. കേരളത്തിന്റെ ജനസംഖ്യയുടെ 3 മാത്രമേ ഉള്ളൂ. 1 കോടിയിൽ താഴെ ജനങ്ങൾ മാത്രമേ ഇസ്രായേലുള്ളൂ. പക്ഷെ എപ്പോഴും ഒരു വാർ മെഷീനറി എപ്പോഴും ഓണാക്കി വെച്ചിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. കാരണം അയൽവക്കത്തുള്ള അയൽ പ്രദേശങ്ങളിലുള്ള അറബി രാജ്യങ്ങളുമായി നിരന്തരം പോരാടിയ ഒരു ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. സ്വാഭാവികമായി ഇപ്പോൾ അറബി രാജ്യങ്ങൾ അബ്രഹാമിക് കരാറുകളിലൂടെ ഇസ്രായേലുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇസ്രായേലിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും ഇസ്രായേലിൽ നിന്നും അറബി രാജ്യങ്ങളുടെ ആക്രമണ ഭീഷണി പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ചും. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. അറബ് ലോകത്തുള്ള ഒരു നിലപാടല്ല ഇറാന്റേത്. ഒരു രീതിയിലും അമേരിക്കയെയും ഇസ്രായേലെയും അംഗീകരിക്കാത്ത ഇറാന്റെ നിലപാട് തീർച്ചയായും ഇസ്രായേലിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നു എന്നത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആകുന്നതിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഇസ്രായേലാകാം. ഇസ്രായേൽ ഓൾറെഡി ഒരു അപ്രഖ്യാപിത ന്യൂക്ലിയർ ശക്തിയാണ്. അതിനർത്ഥം പ്രഖ്യാപിച്ചിട്ടില്ല എന്നതുകൊണ്ട് ന്യൂക്ലിയർ ശക്തി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. കൃത്യമായ ആണവ വിന്യാസം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ പൂർണ്ണമായി ആക്രമിച്ച് കീഴടക്കാനൊന്നും പറ്റില്ല. പക്ഷേ തീർച്ചയായും ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന് കഴിയും. മുൻകാലങ്ങളിലും അത് ഭാഗികമായി തെളിയിച്ചിട്ടുള്ളതാണ്. ആ സാധ്യതയെ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന സംയുക്തമായ ആക്രമണം എന്ന രീതിയിൽ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഇതിനെ കാണുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ആണ് വിഷയത്തിലും വിരോധങ്ങൾ നീക്കുന്നതിലും സാങ്കേതികമായി പൂർത്തിയാക്കേണ്ട ചില കാര്യങ്ങളിലാണ് അന്തിമ ധാരണയ്ക്ക് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന 6 മണിക്കൂറോളം നീണ്ട ചർച്ചയെ ഏറ്റവും ഗൗരവത്തോടെ തന്നെ നടന്ന ചർച്ചയെന്നാണ് ഇറാന് കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചിരുന്നത്. അടുത്ത ആഴ്ച വിയന്നയിൽ ചർച്ച തുടരാനിരിക്കെയാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷിതമെന്ന് പറയാൻ ആകില്ലെങ്കിലും ഒരു ആക്രമണം അത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഇറാനിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ചർച്ചകളിലൂടെ തന്നെ പരിഹാരത്തിന്
പരിഹാരം ചർച്ചകളിലൂടെ തന്നെ നടക്കുമെന്നുള്ള അമേരിക്ക പ്രാധാന്യം നൽകുന്നതെന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ പോലും ആ ഒരു ചർച്ചയ്ക്ക് കാത്തിരുന്നില്ല എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഒരു ആക്രമണം, അത് പെട്ടെന്ന് ഒരു ആക്രമണം അത് പ്രതീക്ഷിച്ചിരുന്നതല്ല എങ്കിൽ പോലും ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ ഉടലെടുത്തിരിക്കുന്നതെന്ന് പറയാം. സൈനിക നടപടികളിലേക്ക് കടന്നാലുള്ള സാധ്യതകൾ അത് മുതിർന്ന കമാൻഡർമാർ അമേരിക്കൻ പ്രസിഡന്റിനെ ധരിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ഇറാൻ അടുപ്പിച്ച ഒരു പ്രഹരം അത് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു കാര്യത്തിൽ മുൻകൂട്ടി ഇസ്രയേൽ കണ്ടിട്ടുണ്ട്. എല്ലാ പടയൊരുക്കങ്ങളും ഇസ്രയേൽ നടത്തി വരികയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ മാസം 14-നായിരുന്നു ഇറാനുമേലുള്ള സമ്മർദ്ദം ശക്തമാക്കാനായി ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് രണ്ടാമത്തെ പടക്കപ്പലും അയച്ചിരുന്നത്. ഇതെല്ലാ പടക്കപ്പലുകളും ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. വലിയൊരു മുന്നൊരുക്കം അത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും. വലിയൊരു പ്രഹരം അത് തന്നെയാണ് ഇപ്പോൾ ലോക യുദ്ധഭീഷണിയെ ഇപ്പോൾ ഇളക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം അത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാക്കിക്കൊണ്ടാണ് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചത് എന്ന് തന്നെ പറയാം. ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധ സേന അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയതും. ടെഹ്റാനിൽ ശക്തമായിട്ടുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആവണി ചന്ദ്ര തുടരുന്നുണ്ട്. അവിടെ വലിയൊരു ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം ഇറാന്റെ ഒരു തിരിച്ചടി ഏത് നിമിഷം ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ ഒപ്പം അത് ഒരു ലോകശക്തി തന്നെ കൂടെ നിൽക്കുമ്പോൾ ഏത് രീതിയിലാകും ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ആശങ്ക തുടരുകയാണ്. രമ്യ അത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് ഈ ലോകരാജ്യങ്ങളടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു ആക്രമണത്തെ. ഇറാന്റെ ഒരു തിരിച്ചടി, കാരണം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമേരിക്കയും ഇസ്രയേലും ഒരുപോലെ തന്നെ നിൽക്കുന്നു. ഈ ലോകശക്തികൾ ഇത്തരത്തിൽ ഒരുപോലെ നിൽക്കുമ്പോൾ ഇറാന് ഇതിൽ ഒരു തിരിച്ചടി നൽകാനാകുമോ, ഇറാൻ എത്രത്തോളം ഇതിൽ പ്രതിരോധം തീർക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രയേൽ തുടങ്ങി വെച്ച ഈ യുദ്ധത്തിൽ അമേരിക്കയും പങ്കുചേരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഏറെ നിർണായകമാണ്. എന്തായാലും ഈ മുൻകരുതൽ ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കട്സ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും ഈ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും സൈറനുകൾ മുഴക്കി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഒക്കെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഈ ടെഹ്റാനിൽ മാത്രം 3 തവണ സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിസൈൽ ആക്രമണമാണ് നടന്നിട്ടുള്ളതെന്നും മധ്യ ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും അതോടൊപ്പം തന്നെ ജംഹൌറി ഡിസ്ട്രിക്റ്റിനും സമീപത്തായാണ് ഈ മിസൈലുകൾ പതിച്ചതെന്നാണ് നമുക്ക് നിലവിൽ പുറത്തുവരുന്ന ഒരു റിപ്പോർട്ടുകൾ. ഇതോടെ എല്ലാ സിവിലിയൻ വിമാനങ്ങളും വിലക്കി ഇസ്രയേലിന്റെ വ്യോമമേഖല അടച്ചിട്ടതായി ഇസ്രയേൽ ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലേക്ക് പൊതുജനങ്ങൾ വരരുതെന്ന മുന്നറിയിപ്പും ഇസ്രയേൽ വിമാനത്താവള അതോറിറ്റി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സുരക്ഷാ സ്ഥിതി അനുവദിക്കുന്നതിന്റെ മുറയ്ക്കുടൻ തന്നെ വ്യോമപാത തുറന്നു കൊടുക്കുമെന്ന് അധികൃതർ അറിയിക്കുകയാണ്. ഇതിനിടെയാണ് ഈ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിയുടെ ഓഫീസ് സമുച്ചയത്തിന് സമീപത്തായാണ് ഈ ആദ്യ സ്ഫോടന ശബ്ദം കേട്ടതെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. അതിനു മുൻപ് അതോടെ തന്നെ ഈ ഖമനേയിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഈ ആക്രമണം നടന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഖമനേയി എന്ന് പറയുമ്പോൾ അധികം പ്രായമായ ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെതായി ഈ ആരോഗ്യ കാര്യങ്ങളിലാണെങ്കിൽ പോലും നേരത്തെ ആശങ്കയൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങളിലടക്കം ആശങ്കയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഖമനേയിയുടെ ഭരണം മാറാത്ത പക്ഷം ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമാകില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഇസ്രയേലും അമേരിക്കയും ഒക്കെ തന്നെ നേരത്തെ നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഖമനേയിയെ മാറ്റുകയാണോ ലക്ഷ്യം, ഖമനേയിയാണോ ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്ന് ഈ ഒരു ആക്രമണത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഖമനേയിയുടെ ഓഫീസ് സമുച്ചയത്തിന് സമീപമായി സ്ഫോടന ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ ഖമനേയിയും ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളൊരു കാര്യം ഏറെ പ്രധാനമായി നിൽക്കുകയാണ്. ശരി, ആവണി ചന്ദ്രയാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ലോകരാജ്യങ്ങളടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ അറിയേണ്ടതും അന്തിമ ധാരണ അത് അകലുമോ എന്നുള്ള ഒരു കാര്യത്തിലും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വിയന്നയിൽ വെച്ച് ഒരു ചർച്ച അത് നടക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അതിപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് ഈ ഒരു കരാറൊക്കെ പോവുക എന്നുള്ള കാര്യത്തിൽ
വലിയൊരു ആശങ്ക മുന്നിൽ നിൽക്കുന്നുണ്ട്. ആണവ വിഷയത്തിലും വിരോധങ്ങൾ നീക്കുന്നതിലുമൊക്കെ സാങ്കേതികമായി തന്നെ പൂർത്തിയാക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ അന്തിമ ധാരണയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 6 മണിക്കൂറോളം നീണ്ട ചർച്ച, അത് ഏറ്റവും ഗൗരവത്തോടെ തന്നെ നടന്ന ചർച്ചയെന്ന് ഇറാൻ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തെല്ല് പോലും ഇറാൻ പിന്നോട്ട് പോകാൻ മുതിരുന്നില്ല എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. അതിനൊരു ചർച്ച നടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം അത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ലോകരാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്നത് ഏത് രീതിയിലായിരിക്കും ഇനി ഇറാന്റെ പ്രതികരണം വരിക എന്ന് തന്നെയാണ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.